ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ലണ്ടൻ പ്രയറിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരുവാൻ അവിടുന്ന് നൽകി തന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ കർത്താവെ, ഈ തിങ്കളാഴ്ച വൈകുന്നേരം ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് കർത്താവെ നല്ല ഹൃദയവുമായിട്ട് അവിടുന്ന് ആയിരിക്കുന്നു. നീ അവിടുന്ന് ഞങ്ങളെ കാണണമേ, അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, കഷ്ടാനുഭവ ആഴ്ചയുടെ ആദ്യത്തെ ദിവസമാകുന്നുവല്ലോ കർത്താവെ. ഞങ്ങൾ നിന്നെ കൂടുതൽ അറിയുവാൻ, നിന്നെ കൂടുതൽ മനസ്സിലാക്കുവാൻ കർത്താവെ, നീ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതുപോലെ കർത്താവെ, കർത്താവെ, എന്തിനു വേണ്ടി എന്റെ ദൈവം കർത്താവെ ഞങ്ങളെ വില കൊടുത്ത് വാങ്ങിച്ചുവോ ആ സ്നേഹം ഞങ്ങളെ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുവാനൊക്കെ നീ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ കർത്താവെ കൂടി വരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും അവിടുന്ന് കൂട്ടിവരുത്തണമേ. അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ കൃപ, അവിടുത്തെ കരുതൽ ഞങ്ങൾ അനുഭവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ, വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ യുവജനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൂത്തിലെ എല്ലാ മെമ്പേഴ്സിനെയും, കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്നതൊക്കെ ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കോണം നീ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഇന്നത്തെ റോൾസ് എടുക്കുന്ന എല്ലാ നിന്റെ മക്കളെയും കർത്താവെ അത് നന്നായി എടുക്കുവാനുള്ള കൃപയും കർത്താവെ താലന്തും നീ അവർക്ക് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പകരുവാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നല്ല നിലത്ത് വീണ വിത്തുകൾ പോലെ കർത്താവ് ഒരുക്കപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ തിരുസന്നിധിയിൽ മാനിച്ചത് കൊണ്ട് സ്തോത്രം കർത്താവെ. ഇന്നത്തെ പ്രാർത്ഥനയിൽ കൂടി വരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും തക്ക സമയത്ത് കൂടി വരുവാൻ ഇവിടുന്ന് സഹായിക്കണമേ കർത്താവെ. വചന കേൾവി എല്ലാവർക്കും അനുഗ്രഹമായിരിക്കാൻ, പ്രാർത്ഥന എല്ലാവർക്കും ഒരു ധൈര്യമായിരിക്കാൻ ഇവിടുന്ന് ഇടയാക്കണമേ. എല്ലാം അവിടുത്തെ നാമമഹത്വത്തിനായി തീരുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ സഭയിലെ യൂത്ത് മെമ്പേഴ്സ് ആണ്. പ്രത്യേകിച്ച് ഇന്നത്തെ പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് ആരൻ വർഗീസ് ആണ്. സങ്കീർത്തനം സാം 32 വായിച്ച് നമ്മളെ സഹായിക്കുന്നത് ജീനയാണ്. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് ടെസ്സിയാണ്. പ്രത്യേകിച്ച് ഇവരെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ തന്നെ നിങ്ങളെ എല്ലാവരെയും ഈ ഒരു പ്രെയർ മീറ്റിംഗിലേക്ക് ദൈവനാമത്തിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പാട്ടുകൾ പാടുന്നതിനായിട്ട് ആരനെ ക്ഷണിക്കുന്നു. ദി സോങ് വിൽ ബി ലെഡ് ബൈ ആരൻ. ഗുഡ് ഈവനിങ് കൊച്ചമ്മ ആൻഡ് ഗുഡ് ഈവനിങ് എവരിവൺ. ഗുഡ് ഈവനിങ്. ഞങ്ങളുടെ ഫസ്റ്റ് സോങ് കർത്താവിനെ നാം സ്തുതിക്കാം. കർത്താവിനെ നാം സ്തുതിക്കാം, ഹേ ദൈവമക്കളേ, സന്തോഷത്തിൽ നാം അർപ്പിക്കാം സ്തോത്രത്തിൻ ബലിയെ. നാം സ്തോത്രം 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 കഴിക്കാം, സ്തോത്രം സ്തോത്രം നാം സ്തോത്രം കഴിക്കാം. വിശുദ്ധ സ്നേഹബന്ധത്താൽ ഒരേ ശരീരമായി നാം ചേർക്കപ്പെട്ടതാകയാൽ ചേരുവിൻ സ്തുതിക്കാം. നാം സ്തോത്രം 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 കഴിക്കാം, സ്തോത്രം സ്തോത്രം നാം സ്തോത്രം കഴിക്കാം. നിത്യരാജ്യം നൽകുവാൻ
പിതാവിനിഷ്ടമായി താൻ മുഖത്തിൻ മുമ്പാകെ താൻ നേർത്തും താൻ ശ്രുതിക്കാൻ നാം സ്തോത്രം 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 ഭരിക്കാം സ്തോത്രം 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 കാണിക്കാം. The second song will be ശുദ്ധിക്കായി നീ യേശു സഭയിൽ പോ. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ പൂർണ്ണശേഷം ഈ നിമിഷം തൻ കൃപ തൻ വിളിച്ചു തഴഞ്ഞു നീ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നീ കൊലിച്ചു നാട്ടിൽ രക്തത്തിൽ അനുദിനം രക്ഷകൻ രക്ഷ തോന്നി ശുദ്ധിയായി നടന്നേ കുശേരിയ കത്തനൽ നിനക്കൊണ്ടു വിശ്രമം തോരുമേ കുലിച്ചോ കുലിച്ചു കുഞ്ഞാട്ടിൻ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ കുലിച്ചു കുഞ്ഞാട്ടിൻ രക്തത്തിൽ പാപക്കാരായ നീക്കി കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിക്കാം ജീവനീരൊരുക്കുന്നു അശുദ്ധർക്കായി കുളിച്ചു ശുദ്ധിയായിടുക കുളിച്ചോ കുളിച്ചോ കുഞ്ഞാട്ടിൻ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോദിൻ കുളിച്ചു കുഞ്ഞാട്ടിൻ രക്തത്തിൽ. Thank you, Aaron. Now Gina will read the psalm. Hello, good evening. ഇന്നത്തേക്ക് നിശ്ചയിച്ചതായ സങ്കീർത്തനം 32 സാംസ് 32. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കളോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസാഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെ ആകരുത്. അവരുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുകയില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പീൻ. ഹൃദയ പരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യെങ്കിലും എപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. താങ്ക് യു ജീന. നമുക്ക് അല്പസമയം പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഒരുക്കാം. പ്രത്യേകിച്ച് നമ്മള് ഒരു പാഷൻ വീക്കിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ദൈവത്തിന്റെ വലിയ
കൃപ, വലിയ സാന്നിധ്യം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ അനുഭവിക്കുവാൻ അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആഴ്ചയുടെ ആദ്യത്തെ ദിവസം ദൈവത്തോടൊപ്പമായിരിക്കാൻ, ദൈവത്തിന്റെ കൃപകളോടൊപ്പമായിരിക്കാൻ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളോടൊപ്പമായിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ വലിയ കൃപകളെ, ദയയെ ഓർത്ത് നമുക്ക് നന്ദിയോടുകൂടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നൊരു പകൽക്കാലം നമ്മളെ അതിശയകരമായി നടത്തിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. അടുത്ത നിമിഷം നമ്മുടേതാണോ എന്ന് നമുക്ക് തീർച്ചയില്ല. അടുത്ത നിമിഷത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഒരു ഉറപ്പില്ല. ഓരോ നിമിഷവും ദൈവത്തിന്റെ ദാനം ആണ് എന്ന് മാത്രം ഉറപ്പിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട്, പ്രത്യാശിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ പ്രിയ പിതാവ് നമ്മളെ സഹായിക്കണമേ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ കുടുംബം ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സഭ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ നെയ്ബേഴ്സ് എല്ലാം ദൈവത്തിന്റെ ദാനവും ദൈവത്തിന്റെ അനുഗ്രഹവുമാണ്. അത് മറന്നു പോകുവാൻ പിതാവെ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപ ഈ ദിവസങ്ങളിലൊക്കെ കൂടുതൽ അനുഭവിക്കുവാൻ, ജീവിതം ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ സകലതും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ നാളുകളിലൊക്കെ നമ്മളെ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പൗലോസ് തന്റെ വേദഭാഗങ്ങളിൽ കൂടെ നമ്മളെ ഓർപ്പിക്കുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. എന്നെ ശക്തനാക്കുന്ന, എന്നെ ശക്തീകരിക്കുന്ന ഒരു വലിയ ദൈവം ഉണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് സാക്ഷ്യമാക്കുവാൻ, സാക്ഷീകരിപ്പാൻ അവിടുന്ന് പ്രിയ പിതാവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. എൻ്റെ കർത്താവ് കൂടെയുള്ളപ്പോൾ, എൻ്റെ യഹോവ കൂടെയുള്ളപ്പോൾ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ധൈര്യം എനിക്കുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് മുൻപോട്ട് പോകാം. അത്തരത്തിലുള്ള ഒരു യാത്രയിൽ മറ്റുള്ളവരെ കൂടെ ചേർത്ത് നിർത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതം ഒരു വലിയ യാത്രയാണ്. എപ്പോൾ അവസാനിക്കും, എവിടെ അവസാനിക്കും എന്നൊന്നും അറിയാത്ത ഒരു വലിയ യാത്ര. ആ യാത്രയിലുടനീളം നമ്മൾ പലതരത്തിലുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. രോഗങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്, നന്മകളുണ്ട്. എല്ലാം ഏറ്റുവാങ്ങിയാണ് നമ്മൾ ഈ യാത്രയിൽ സഞ്ചരിക്കുന്നത്. എന്നാൽ സഞ്ചരിക്കുന്നിടത്തോളം നമ്മുടെ യാത്രകൾ സന്തോഷകരമായിരിക്കാൻ, സമാധാനത്തോടെ ആയിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ബന്ധുമിത്രാദികളെ, നമ്മുടെ സഭയെ എല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കൂടുതൽ ഉണർവോടെ, കൂടുതൽ ശക്തിയോടെ, കൂടുതൽ ബലത്തോടെ ദൈവമുൻപാകെ നിൽക്കുവാൻ, ദൈവത്തിനു വേണ്ടി പോരാടുവാൻ, ദൈവിക ശക്തി നാൾക്കുനാൾ അനുഭവിപ്പാൻ, അനേകർക്ക് സാക്ഷ്യമാകുന്ന തലത്തിലൊക്കെ അവർ ജീവിതത്തെ പരിപാലിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അനേകരെ ദൈവത്തിങ്കിലേക്ക് കൂട്ടിവരുത്തുവാൻ, അനേകർക്ക് വെളിച്ചമായി തീരുവാൻ, അനേകർക്ക് പ്രകാശമായി തീരുവാൻ ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെട്ടും നശിച്ചും പോകുവാൻ പിതാവേ അവിടുന്ന് സമ്മതിക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ എല്ലാ ആഴ്ചകളിലും നമുക്ക് പ്രാർത്ഥനയുണ്ട്, ആരാധനകളുണ്ട്. ദൈവവചനത്തിന്റെ ശക്തി കൂടുതലായി തിരിച്ചറിയുവാൻ,
നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ അത്തരത്തിൽ മാറ്റപ്പെടുവാൻ അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പെസഹ വ്യാഴാഴ്ച നടക്കുന്ന ഹോളി കമ്മ്യൂണിയൻ സർവീസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റവും അനുഗ്രഹകരമായിട്ട് നമ്മൾ ദൈവത്തിന്റെ തിരുശരീരവും തിരുരക്തവും ഒക്കെ ഭക്ഷിച്ച് പാനം ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനൊരു ബലമായിരിക്കാൻ, നമ്മുടെ ആത്മാവിന് കൂടുതൽ ശക്തി പകരുന്നതായിരിക്കാൻ, നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്നതായി തീരുവാൻ പ്രിയ പിതാവെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വെറും ഒരു ചടങ്ങായിട്ട്, വെറും ഒരു നേർച്ച കാഴ്ചയായിട്ട് അത് ഭക്ഷിച്ച് പാനം ചെയ്ത് മടങ്ങി ഭവനത്തിലേക്ക് പോകാതെ അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ ഇതെന്റെ പ്രിയ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിന്റെ അടയാളമാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകുവാൻ, അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ അതെന്റെ കർത്താവിന്റെ തിരുശരീരത്തിന്റെ ഒരു പങ്കാണ് എന്ന് തിരിച്ചറിയുവാൻ നമ്മളെ സഹായിക്കണമേ. ആ ഒരു വിശ്വാസത്തോടെ അത് എടുക്കുവാൻ, അത് സ്വീകരിപ്പാൻ, അത് ഭക്ഷിപ്പാൻ, പാനം ചെയ്യുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ വെള്ളിയാഴ്ച ദൈവകരങ്ങളിലേക്ക് അന്നത്തെ ആരാധനയെ സമർപ്പിക്കാം. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തടസ്സം കൂടാതെ കടന്നു വരുവാനുള്ള കൃപ അവിടുന്ന് നൽകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ കർത്താവ് ക്രൂശിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവന് മറുവിലയായി തന്റെ രക്തം കൊടുത്ത്, തന്റെ ജീവൻ കൊടുത്ത് ആയിരിക്കുമ്പോൾ അതിനെയൊക്കെ ഓർക്കുമ്പോൾ അതെന്തിനു വേണ്ടിയാണ് എന്നുള്ള ഒരു ബോധം ഞങ്ങൾക്ക് നൽകിത്തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു വേദന നമ്മൾ ഏറ്റെടുക്കുവാൻ, ആ ഒരു സ്നേഹം നമ്മൾ തിരിച്ചറിയുവാൻ, ആ ഒരു കരുതൽ നമ്മളും മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കപ്പെടുവാൻ, ബലഹീനരും പാപികളുമാകുന്ന നമ്മളോട് കർത്താവിന്റെ മനസ്സലിവുണ്ടാകുവാനൊക്കെ വചനം നമ്മൾ കേൾക്കുമ്പോൾ അത്തരത്തിലൊക്കെ നമ്മൾ രൂപാന്തരം പ്രാപിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ കാലാവസ്ഥയുടെ പ്രതികൂലത്തിൽ ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അവരെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കണ്ണിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, അതിന്റെ ബുദ്ധിമുട്ടിലായിരിക്കുന്നവരുണ്ട്, പനിയുടെ പ്രയാസത്തിലായിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ശക്തി അവർ അനുഭവിപ്പാൻ, സൗഖ്യം അവിടുന്ന് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വിടുതൽ അവരുടെ ഇടയിലേക്ക് പകരപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. ക്യാൻസറിന്റെ പ്രയാസത്തിലായിരിക്കുന്നവർ, അതിന്റെ ട്രീറ്റ്മെന്റുകളൊക്കെ ഏറ്റവും നന്നായി നടത്തപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പൂർണ്ണമായ സൗഖ്യവും വിടുതലും ആശ്വാസവും അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഡയാലിസിസിന്റെ പ്രോസസ്സിംഗിലായിരിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് വേണ്ട കൃപ അവിടുന്ന് കൊടുക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ പ്രായമായ അങ്കിളുമാർ, ആന്റിമാർ, അപ്പച്ചന്മാർ, അമ്മച്ചിമാർ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വേണ്ട ശക്തിയും ബലവും ആരോഗ്യവും ആയുസ്സും അവർക്ക് കൊടുക്കണമേ. കർത്താവെ, അവർ വീണുപോകാതെ ദൈവത്തിന്റെ കരങ്ങളിൽ അവരെ മുറുകെ പിടിച്ചുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ കരുതുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മോടൊപ്പം നടക്കുന്ന ഒരു ദൈവത്തെ തീർച്ചയായിട്ടും കാണുവാൻ, തലമുറകളിലേക്ക് അത് പകർന്നു കൊടുക്കുവാൻ തന്റെ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരികമായ പ്രയാസത്തിലായിരിക്കുന്നവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, രോഗത്തിലായിരിക്കുന്നവർ എല്ലാവരെയും എല്ലാ അവസ്ഥകളിലുമുള്ള നമ്മുടെ അറിവിൽ പെട്ടും പെടാത്തവരുമായിട്ടുള്ള എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ നാളുകളിലൊക്കെ കർത്താവെ, സൗഖ്യം അവിടുന്ന് അയക്കണമേ, വിടുതൽ അവിടുന്ന് നൽകി കൊടുക്കണമേ, അവിടുത്തെ കൃപ അവിടുന്ന് പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ദൈവം സകലത്തിലും മതിയായ ദൈവമാണ്. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ ഒരു യഹോവയാണ് നമ്മളോടൊപ്പമുള്ളത്. ആ ഒരു ചിന്തയോടുകൂടെ ഈ നാളുകളിലൊക്കെ ആയിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടായ്മകളുടെ ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഫെലോഷിപ്പുകളൊക്കെ നാമമാത്രമായി തീരാതെ
കൂടുതൽ ദൈവത്തോട് നമ്മൾ പറ്റിച്ചേരുവാൻ തക്കവണ്ണം, കൂടുതൽ ആശ്വാസം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ, കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, നൽകി തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദിയോടുകൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിലെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. ചർച്ച് കമ്മിറ്റിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം, സൺഡേ സ്കൂളിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം, യൂത്ത്സിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, യങ് കപ്പിൾസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം, വിമൻസ് ഫെലോഷിപ്പിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം, ലേറ്റി ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം, ക്വയറിനെ ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. പ്രത്യേകിച്ച് April 4th നടക്കുന്ന പാഷൻ റിസൈറ്റൽ ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. കർത്താവേ, നിന്റെ നാമം ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം, നിന്റെ നാമം മറ്റുള്ളവരിലേക്ക് പാട്ടുകളിൽ കൂടി പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം, നിന്റെ വേദന, നീ അനുഭവിച്ച, നീ സഹിച്ച വേദനകൾ, കഷ്ടതകൾ, അതിന്റെ ആഴം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കപ്പെടുവാനൊക്കെ ഞങ്ങളുടെ പാട്ടുകൾ അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. വേണ്ട കൃപ, വേണ്ട ശക്തി, ബലം ഓരോരുത്തർക്കും ദൈവം അവിടുന്ന് ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, എക്സാം എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, വിവിധ തലങ്ങളിൽ വിവിധ തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ഹൃദയത്തിൽ ഞരങ്ങുന്നവർ, വേദനിക്കുന്നവർ, എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക്, സകല ആവശ്യങ്ങളും സകലതും നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. ദൈവം വേണ്ട കൃപ അവിടുന്ന് നൽകണമേ. തക്ക സമയത്ത് അവിടുന്ന് ഉത്തരം നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല കാര്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അല്പസമയം നമുക്ക് ദൈവ മുൻപാകെ വീണ്ടും താണിരിക്കാം. ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് ടെസ്സി നേതൃത്വം നൽകുന്നതാണ്. ടെസ്സി. Hallelujah. I'm audible. Hello. Yes, Tessie. Yes. Okay. Let's bow our heads for the intercessory prayer. Heavenly Father, we gather as one church family in this holy season of Lent with humble and repentant hearts before you. We thank you for your boundless love, mercy, and the gift of salvation through your Son, Jesus Christ. Lord, we confess our sins and shortcomings. Forgive us for the times we have failed to love you and one another. Cleanse our heart and renew our spirit, that we may walk more closely with you each day. Heavenly Father, we pray for your holy church. Strengthen and guide all your servants who lead your people. Especially we lift up our Joseph Achan and family. Bless them with good health, wisdom, strength, and peace. Protect and sustain them in their ministry. We pray for all the ministries in our church. Bless the church charity activities. We pray for all the prayer groups in our church. Fill them with peace of Holy Spirit, that their prayer may strengthen the faith of the community and bring many closer to you. Heavenly Father, we bless all our families. Heavenly Father, please bless all our families with unity, understanding, and love. Strengthen relationship and provide for their needs, reflecting your love in their homes. Lord, we pray for our youth. Guide our young people in the path of righteousness. Protect them from all harm and temptations, and inspire them to grow in faith, love, and service. Lord, we pray for all the students. Grant them wisdom, understanding, and perseverance in their studies.
We pray for those who are searching jobs. Lord, please open doors of opportunities for them. Merciful God, being healing and comfort to those afflicted with illness, may they experience your presence and receive the medical care they need. Father, we pray for your healing touch upon those who are suffering in body, mind, and spirit. May your comforting presence bring restoration and peace. Comforting Father, be near to those who mourn, provide comfort in their loss and hope in their despair, reminding them of your eternal love. God of all provision, look with favor on those who suffer from lack and poverty. Open our hands to support them and direct policies for their relief. Heavenly Father, we pray for peace in troubled regions of the world. Guide our leaders towards reconciliation and protect the innocent from harm. Lord, guide our government leaders with wisdom, integrity, and a heart of justice. Help them to serve diligently for the common good. Heavenly Father, inspire us to care for the environment, the earth you have given us. Grant us the wisdom to protect its beauty and resources for the future generations. Lord, in your mercy, please hear our prayer. We offer all these prayers to you, trusting in your goodness and grace. Through Christ our Lord. Amen. താങ്ക് യു ടുസി. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ എല്ലാവരെയും ദൈവനാമത്തിൽ ദൈവവചന കേൾവിക്കായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവവചന കേൾവി എല്ലാവർക്കും ഒരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ യൂത്ത് ഫെലോഷിപ്പ് ആണ്. പ്രത്യേകിച്ച് അവരെയും നന്ദിയോടുകൂടെ ഈ സമയത്ത് ഓർക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് എത്ര പേർ ഓർക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. എങ്കിലും കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്, നമ്മൾ ധ്യാനിച്ചത് നമ്മുടെ ശരീരത്തിലെ സ്മോളസ്റ്റ് പാർട്ട് ഓഫ് ബോഡിയെ കുറിച്ചാണ്, അല്ലെ? നാവിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. സ്മോൾ പാർട്ട് ഓഫ് ദ ബോഡി, ടങ്. നമ്മുടെ നാവ് എങ്ങനെയായിരിക്കണം, എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കണം, മറ്റുള്ളവരോട് നമ്മൾ ഇടപെടുമ്പോൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ നാവുകൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമ്മുടെ നാവ് നാം എങ്ങനെ എന്താവശ്യത്തിന് വേണ്ടി എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം, മാത്യു ചാപ്റ്റർ 21 വേഴ്സ് 12 and 13. നമുക്കറിയാം ഇന്നത്തെ ഈ പാഷൻ വീക്കിലെ ആദ്യത്തെ ദിവസമാണിന്ന്. പ്രത്യേകിച്ച് മറ്റുള്ള ഇടങ്ങളിലൊക്കെ ഇന്ന് ഹോളി മൺഡേ എന്നുള്ള ദിവസമായിട്ട് ആഘോഷിക്കുകയും ആചരിക്കുകയും വർഷിപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് മൺഡേ. ഇന്നത്തെ ഈ ദിവസത്തില് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന ഒരു വേദഭാഗമാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഈ ഒരു പാഷൻ വീക്കിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാൻ ഉള്ള ഒരു ഭാഗം കർത്താവ് ഇവിടെ ഓർപ്പിക്കുകയാണ്. മാത്യു ചാപ്റ്റർ 21 വേഴ്സസ് 12 and 13. My house will be called a house of prayer, but you have made it a den of robbers. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, എന്നാൽ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. ആ ഭാഗത്തെക്കുറിച്ച് ചെറിയ ഒരു ചിന്ത വളരെ ഷോർട്ടായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, കർത്താവ് യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചകളോടുള്ള കർത്താവിന്റെ ഒരു പ്രതികരണമാണ്, ഒരു റെസ്പോൺസ് ആണ് നമ്മൾ ഇവിടെ വായിച്ചു കേൾക്കുന്നത്. നമ്മുടെയൊക്കെ സഭകൾ ഈ നാളുകളിൽ എങ്ങനെയായിരിക്കണം, എങ്ങനെയൊക്കെയാണ് നമ്മുടെ സഭ ഈ ലോകത്തിൽ, ഈ ദേശത്തിൽ, ഈ സമൂഹത്തിൽ നിലനിൽക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന
ഒരു ഭാഗമാണ് ഈ സുവിശേഷ വേദഭാഗം. ഞാൻ ചിന്തിക്കുന്നത്, നമ്മുടെയൊക്കെ സഭകളിൽ കർത്താവ് വന്നിരുന്നെങ്കിൽ നമുക്കൊന്നും ആ സഭയിൽ വീണ്ടും പോകുവാനായിട്ട് സാധിക്കില്ല, അല്ലെ? കർത്താവ് പറയുന്നത് കച്ചവട സംസ്കാരത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു സഭയായിട്ട് നമ്മളൊക്കെ മാറണം എന്നുള്ളതാണ്. കച്ചവട സംസ്കാരം, ഒരു മാർക്കറ്റ് പ്ലേസ് ആയിട്ട് നമ്മൾ നമ്മുടെ സഭയെ മാറ്റുന്നു. അതിനെതിരെയാണ് കർത്താവ് പ്രതികരിച്ചത്. കച്ചവടം നടത്തുന്ന എല്ലാവരെയും കർത്താവ് ചാട്ടവാർ അടിച്ച് വെളിയിലാക്കുകയാണ്. അതുകൊണ്ടാ പറഞ്ഞത്, ഇതെല്ലാം കള്ളന്മാരുടെ ഗുഹയാക്കി നിങ്ങൾ മാറ്റിക്കഴിഞ്ഞു. സത്യസന്ധമായി ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുവാൻ, ദൈവത്തോട് കൂടുതൽ അടുത്തു വരുവാൻ, നമ്മുടെ പ്രശ്നങ്ങൾ ധൈര്യമായിട്ട് ചെന്ന് പറയുവാൻ, നമ്മുടെ പ്രയാസങ്ങൾ പങ്കുവെക്കുവാൻ, അത്തരത്തിൽ ഒരിടമായിട്ടാണ് കർത്താവ് തന്റെ ആലയത്തെ മാറ്റിയെടുത്തത്. എന്നാൽ നമ്മൾ അതിനെ മാറ്റുന്നത്, നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തത് കച്ചവടത്തിന്റെ ഒരു സംസ്കാര തലത്തിലേക്കാണ്. വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു സംസ്കാരം, സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സംസ്കാരം, അല്ലെ? നമ്മുടെ ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് ഒക്കെ നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾക്ക് സെയിൽ നടത്തണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ഈ ഒരു സഭയുടെ ഭാഗത്താണ്, ഒരു സഭയ്ക്കകത്താണ് ഇതെല്ലാം നടക്കുന്നത്. ഓപ്ഷൻ നടക്കുന്നു, സെയിൽ നടക്കുന്നു, വേറൊരു തലത്തിൽ എല്ലാ ആഴ്ചകളിലും പിരിവ് നടക്കുന്നു. നമ്മുടെ സഭയെ മാത്രമല്ല ഞാൻ പറഞ്ഞത്, മൊത്തത്തിലുള്ള ഒരു സഭയുടെ സംസ്കാരത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു മാസത്തിലെ മിക്ക ആഴ്ചകളിലും കവർ പിരിവാണ്, അല്ലേ? എന്നാൽ അത് കൂടാതെ നമ്മൾ സഭയിൽ ഒരു ആവശ്യം പറഞ്ഞാൽ എല്ലാവരും അതിനും വേണ്ടി നൽകിത്തരും. ഇപ്പൊ ഒരു മിഷന്റെ ആവശ്യം പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്. ഒരു മടിയുമില്ലാതെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരുണ്ട്, വീണ്ടും വീണ്ടും തരാൻ റെഡിയായിട്ട്. അവര് മിഷന് ഡയറക്റ്റ് കൊടുക്കുന്നവരുണ്ട്, നമ്മൾ പറയുമ്പോൾ നൽകി തരുന്നത് സഭയിൽ കൂടി കൊടുക്കുന്നവരുണ്ട്. എന്താവശ്യങ്ങൾ, അതല്ല എങ്കിൽ എന്തെങ്കിലും രോഗത്തിന്റെ കാര്യം പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. നമ്മുടെ ഇടയിൽ തന്നെ ആർക്കെങ്കിലും പ്രയാസമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ റെഡിയാണ്. അത് കൂടാതെയാണ് നമ്മൾ വീണ്ടും കവർ പിരിവുകൾ നടത്തുന്നു. ഇതെല്ലാം ശരിയാ. നമ്മൾ പറയുന്നത് എന്താണ്? ഇതിനൊക്കെ നമുക്ക് ഓരോ ന്യായമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ എന്താ പറയുന്നത്, ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം. എല്ലാത്തിനും നമുക്കൊരു ന്യായമുണ്ട്, അല്ലെ? എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഞാനത് ചെയ്യുന്നതിന്റെ പിന്നിൽ ഇതാണ് കാര്യം എന്ന് പറയുവാൻ ഒരു എന്താ പറയുന്ന, എല്ലാത്തിനും ഒരു റീസൺ നമുക്കുണ്ട്. പക്ഷെ കർത്താവ് ആ റീസൺ ഒന്നും കേൾക്കുവാൻ റെഡിയല്ല. കർത്താവ് പറഞ്ഞത്, എന്റെ ആലയം ഞാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയുടെ ആലയമായിട്ട് മാറുവാനായിട്ടാണ്. ഈ പ്രാർത്ഥനാലയം എന്ന് പറയുന്നത് സഭയാകാം, ഞാൻ എന്ന വ്യക്തിയാകാം, നമ്മൾ ഓരോരുത്തരുടെയും ശരീരത്തിലും മനസ്സിലും നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാകാം. ഇതൊക്കെയാണ് പ്രാർത്ഥനാലയം എന്നുള്ളത് കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് യെരൂശലേം ദേവാലയത്തിൽ നിന്ന് കള്ളനെയും കവർച്ചക്കാരെയും കച്ചവടക്കാരെയും എല്ലാം കർത്താവ് വളരെ രോഷാകുലമായിട്ടാണ് അത് ചെയ്തത്, അല്ലേ? ആരും കർത്താവിനോട് എന്തുകൊണ്ട് കർത്താവെ ഇതിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചില്ല. കാരണം നമുക്കറിയാം കർത്താവിന് അതിനുള്ള അധികാരമുണ്ട്. സഭയുടെ തലവൻ, സഭ പണിഞ്ഞവൻ, അതെങ്ങനെ എങ്ങനെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവൻ എന്റെ കർത്താവാണ്. അപ്പൊ കർത്താവിന് സഭയെക്കുറിച്ച് ഒരു ബോധമുണ്ട്. അതില്ലാതെ പോയത് കർത്താവ് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമാണ്. അതുകൊണ്ട് ഇന്ന് ഈ സന്ധ്യാസമയത്ത് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, ദ ഹൗസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ കുടുംബം, ദൈവത്തിന്റെ ഭവനം എന്നൊക്കെ പറയുന്നത് ദ പ്ലേസ് വേർ ഹി ഡ്വെൽസ്. ദൈവം എവിടെ വസിക്കുന്നുവോ ആ ഇടമാണ് കർത്താവിന്റെ ഇടം. അത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് വീടാകാം, നമ്മൾ ഓരോരുത്തരുമാകാം, സഭയാകാം, നമ്മൾ ജോലി ചെയ്യുന്ന ഇടമാകാം. കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് അശുദ്ധമായതൊന്നും, കർത്താവിനെ വേദനിപ്പിക്കുന്നതൊന്നും തന്റെ ആലയത്തിലേക്ക് കടത്തുവാനായിട്ട് അനുവദിക്കരുത്. അത് ഓപ്ഷൻ ആകാം, സെയിലാകാം, കച്ചവട സംസ്കാരമാകാം,
നമ്മുടെ ഭവനമാകാം, നമ്മുടെ സ്വാർത്ഥതയാകാം, നമ്മുടെ അനുസരണക്കേടാകാം. ഇതൊന്നും തന്നെ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ആഴ്ചയുടെ ആദ്യത്തെ ദിവസം, ഈ പാഷൻ വീക്കിന്റെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് വിശുദ്ധീകരണത്തിന്റെ ദിവസമാണ്. ഇന്ന് നമ്മളെ എല്ലാവരെയും വിശുദ്ധീകരിക്കാനുള്ള ദിവസമാണ്. കർത്താവ് അതാ ചെയ്തത്. യെരൂശലേമിനെ വിശുദ്ധീകരിക്കുകയാണ്, യെരൂശലേമിനെ ശുദ്ധമാക്കുകയാണ്. യെരൂശലേമില് താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ യെരൂശലേം ദേവാലയം നിലനിൽക്കണമെന്ന പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ, ആ ഒരു ആഗ്രഹത്തോടുകൂടി ദൈവാലയത്തിന്റെ ശുദ്ധീകരണ പ്രവർത്തനം കർത്താവ് തന്നെ ഏറ്റെടുക്കുകയാണ്. നമുക്കങ്ങനെ ധൈര്യത്തോടെ പറയാനായിട്ട് പറ്റുമോ? കച്ചവടം വേണ്ട, എന്റെ സഭയിൽ കച്ചവടം വേണ്ട എന്ന് ധൈര്യത്തോടെ നമുക്ക് പറയുവാനായിട്ട് പറ്റുമോ? നേരത്തെ ഞാൻ സെമിനാരിയിലുണ്ട്. അച്ഛൻ സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് സെമിനാരിയുടെ ഓൾട്ടറിന്റെ മുൻപിലാണ് ഓപ്ഷൻ നടത്തുന്നത്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി. ശരിയാണ്, അച്ഛന്മാരെ പഠിപ്പിക്കുന്ന ഇടമാണ്. അവിടെ ഈ എന്താ പറയുന്നത്, ചെറിയ ചെറിയ വെജിറ്റബിൾസ് ഒക്കെ അവർക്ക് കിട്ടുന്ന ആ ഒരു ക്വാർട്ടേഴ്സിന്റെ സൈഡിലൊക്കെ അവര് നട്ടുപിടിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടുവന്ന് ഓപ്ഷൻ ചെയ്യുകയാണ്. അല്ലാതെ വെളിയിൽ നിന്ന് സാധനങ്ങളൊന്നും കൊണ്ടുവന്ന് ഓപ്ഷൻ ചെയ്യുന്ന പതിവല്ല. അവരവർ എന്ത് നട്ടുപിടിപ്പിച്ചോ അതിൽ നിന്ന് വെജിറ്റബിൾസ് ചെറിയ തലത്തിൽ, ചെറിയ രീതിയിൽ, ചെറിയ ഒരു കെട്ടുകൾ മാത്രമേ കാണത്തുള്ളൂ, ചെറിയൊരു പാക്കറ്റ് അത് കൊണ്ടുവന്നു. പക്ഷെ ഓപ്ഷൻ നടത്തുന്നത് ഓൾട്ടറിന്റെ ഫ്രണ്ടില്ല. അപ്പൊ ഞാൻ ആദ്യം വഴക്കുണ്ടാക്കുന്നത് എപ്പോഴും അച്ഛനോടാ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വെളിയിലോട്ട് വഴക്കുണ്ടാക്കാൻ വരുന്നത്. അപ്പൊ ഞാൻ പ്രിൻസിപ്പൽ അച്ഛനോടും പറഞ്ഞ ഒരു കാര്യം അതാണ്. അച്ഛാ, നമ്മൾ വേദപുസ്തകം പഠിപ്പിക്കുന്നു, നിങ്ങൾ ഇത്തരത്തിലൊക്കെ ഒരു ട്രെയിനിങ് ഒരു സെമിനാരിയിൽ കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഓപ്ഷൻ, ഈ സഭയിൽ ഒരു സംസ്കാരം, ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ്, ഒരു സംസ്കാരം വേണ്ട എന്ന് പറയേണ്ട ഒരു ഇടമാണ്, അത് പഠിപ്പിക്കേണ്ട ഒരു ഇടത്ത് അത് നടക്കുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന ഇടമാണ്. നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ധൈര്യത്തോടെ പറയുവാൻ, യാതൊരുവിധ മറ്റുള്ളവരെ നോക്കാതെ, യാതൊരുവിധ എന്താ പറയുന്ന ബൗണ്ടറീസും ഇല്ലാതെ നമ്മൾ ധൈര്യത്തോടെ വന്ന് പറയുന്ന ഒരു ഇടത്താണ് നമ്മൾ വീണ്ടും കച്ചവടം നടത്തുന്നത്. ഒന്നുകിൽ അത്രയ്ക്കും നമുക്കത് ആവശ്യമാണെങ്കിൽ പുറത്ത് നടത്താം, സഭയ്ക്ക് പുറത്ത് നമ്മൾ നടത്തിക്കോളും. പക്ഷെ ഒരു സഭയ്ക്കുള്ളിൽ അത്തരത്തിലൊരു സംസ്കാരം നടത്തുമ്പോൾ, അങ്ങനെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ അത് നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഹൈദരാബാദിൽ വന്ന് ഞാൻ പോലും ആ ഒരു കച്ചവട സംസ്കാരത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന കാര്യം. കാരണം നമ്മുടെ അക്കൗണ്ടുകളൊക്കെ ഇത്രത്തോളം ആയിരിക്കണം. ഞാൻ ഇരിക്കുന്ന സമയത്ത്, ഞാനുള്ള സമയത്ത് ഞാൻ എന്താ പറയുന്നത്, ഞാൻ ലീഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിൽ എന്റെ അക്കൗണ്ട് ഇത്രയായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് അച്ഛന്മാർ വിചാരിക്കുന്ന ഞാൻ ഇരിക്കുന്ന സമയത്ത് പള്ളിയുടെ അക്കൗണ്ട് ഇത്രമാത്രം ഉണ്ടെന്ന്. ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ 10 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ, അല്ലെങ്കിൽ 40 or 50 lakhs ഞാൻ ഇട്ടിട്ടുണ്ട്, ഫിക്സഡ് ഇട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം, ആൾക്കാർ നമ്മളെ കുറിച്ച് പ്രശംസിക്കുമ്പോൾ ഒരു സന്തോഷം. പക്ഷെ ഇതൊക്കെ ശരിയാണോ, ഇങ്ങനെയാണോ നമ്മൾ ആയിരിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാകും. സത്യത്തിൽ അതല്ല ശരി. ഞാൻ തന്നെ എപ്പോഴും ചിന്തിക്കുന്നത് അതാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു സെയിൽ നടത്തുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു സംസ്കാരം? കർത്താവിന്റെ ആലയം പ്രാർത്ഥനയുടെ ആലയമാണ്. നമ്മള് മറ്റുള്ള വേദഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്, അപ്പോസ്തല പ്രവർത്തികളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആക്ട്സിന്റെ ഭാഗത്തൊക്കെ നമ്മൾ കാണുന്നത് നമ്മുടെ ശരീരം തന്നെ ദൈവത്തിന്റെ ആലയമാണെന്നുള്ളതാണ്, അല്ലെ? വി ആർ ടെമ്പിൾ ഓഫ് ഗോഡ് എന്നാ പറയുന്നത്. ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം എന്നാ പറയുന്നത്, ദ ബോഡി, അല്ലെ? ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ആലയം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളിലുള്ള അശുദ്ധികൾ, നമ്മുടെ ഹൃദയത്തിലുള്ള അശുദ്ധികളെ എല്ലാം നമ്മൾ മാറ്റി നല്ല ഫലങ്ങൾ അല്ലാത്തവയെല്ലാം നല്ല ഫലങ്ങൾ കായ്ക്കാത്തതിനെ എല്ലാം വെട്ടിക്കളഞ്ഞേക്കാനാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് അത്തിവൃക്ഷത്തെ ഉണക്കിക്കളഞ്ഞു എന്നാ പറയുന്നത്, അല്ലെ? കർത്താവ് നോക്കിയപ്പോൾ അത്തിയിൽ ഫലം കണ്ടില്ല. ഈ ഭാഗത്ത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ആ ഫിക്ടറിയെ ദൈവം എന്താ പറയുന്നത്, ദൈവം ശപിച്ചു എന്നാ പറയുന്നത്. നിന്നിൽ ഇനി ഒരു നാളും ഫലം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു എന്നാ പറയുന്നത്. നല്ല ഫലങ്ങളെ പുറപ്പെടുപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ, നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ, നമ്മുടെ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല.
മറ്റുള്ളവർക്ക് സന്തോഷത്തോടെ കയറി വരുവാനുള്ള ഇടമാക്കി നമ്മുടെ ആലയങ്ങളും നമ്മുടെ ഭവനങ്ങളും നമ്മുടെ ജീവിതവും ഒക്കെ മാറണം. മറ്റുള്ളവർക്ക് സന്തോഷമായിട്ട് കടന്നു വരുവാൻ, അല്ലേ? The atmosphere of God's house should be prayer, not profit or empty ritual എന്നാണ് നമ്മൾ വായിക്കുന്നത്. ലാഭമുണ്ടാക്കുവാനുള്ള ഇടമല്ല ദൈവാലയവും ഭവനവും കുടുംബം എന്നൊക്കെ പറയുന്നത്. ലാഭമുണ്ടാക്കുവാനുള്ള ഇടമല്ല, മറിച്ച് ദൈവത്തോട് ഒരു ബന്ധം സ്ഥാപിക്കുവാനുള്ള ഇടമാണ്, ദൈവത്തോട് സംസാരിക്കുവാനുള്ള ഇടമാണ്, ദൈവത്തെ കാണുവാനുള്ള ഇടമാണ്. നമ്മുടെ ഭവനത്തിൽ ദൈവം വസിക്കുന്നില്ല എങ്കിൽ അത് എങ്ങനെയാ ഒരു പ്രാർത്ഥനാലയമായിട്ട് രൂപാന്തരപ്പെടുക? നല്ല ചിന്തകളാൽ നമ്മളെ ഭരിക്കപ്പെടുന്നില്ല എങ്കിൽ, നമ്മളിൽ തന്നെ നല്ല ചിന്തകൾ ഉണ്ടാകുന്നില്ല, നല്ല പ്രവൃത്തികൾ ഉണ്ടാകുന്നില്ല, നല്ല സംസാരങ്ങൾ ഉണ്ടാകുന്നില്ല, നല്ല ജീവിതം, നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഹൃദയം പ്രാർത്ഥനയുടെ ആലയമായിട്ട് നമുക്ക് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയുന്നത്? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, നമ്മളൊക്കെ ചില സമയങ്ങളിൽ തിരിഞ്ഞ് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇത് എന്റെ ജീവിതത്തിന് ആവശ്യമായതാണ്. എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത്? എന്റെ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എത്തരത്തിലാണ്? കർത്താവുമായിട്ടുള്ള നമ്മുടെ സ്നേഹബന്ധം എങ്ങനെയാണ് നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്? രോഗം വരുമ്പോൾ മാത്രം ഓടിച്ചെന്ന് പറയുവാനുള്ള ഒരു ഇടമായിട്ടാണോ നമ്മൾ കാണുന്നത് ദൈവത്തെ? അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലുകയും രോഗങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമായിട്ട്, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മാറിയിരിക്കുകയാണ്. ഒരു ശരിയായ ജീവിത ദർശനം എന്ന് പറയുന്നത്, ഒരു ആത്മീകമായ ദർശനം എന്ന് പറയുന്നത്, ഏത് സമയത്തും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ, ജീവിതത്തിൽ നന്മകൾ നമ്മൾ പ്രാപിച്ചെടുക്കുമ്പോൾ, ജീവിതത്തിൽ നല്ല നല്ല മൂല്യങ്ങളെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ, ആ സമയങ്ങളിലും ആ ഒരു നിമിഷങ്ങളിലും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഒത്തിരി കൺട്രോൾ ചെയ്യുമ്പോൾ അവർ ഒത്തിരി ഹാപ്പി ആണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡെയിലി പറയുന്നുണ്ട്, അല്ലെ? അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ നടക്കണം, ഇങ്ങനെ നടക്കണം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കൊച്ചുങ്ങളൊക്കെ എന്താ പറയുന്നത്? കുറച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തിരിച്ചു പ്രതികരിക്കും, അല്ലെ? മമ്മ ക്വയറ്റ് ആയിട്ടിരിക്കുക, അല്ലെ അപ്പ ക്വയറ്റ് ആയിട്ടിരിക്കുക, എനിക്കറിയില്ലയോ എന്റെ കാര്യം നോക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യും. എന്നാൽ ചില കുട്ടികൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ സഭകളിലും ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ സഭയും കൂടി ഇൻക്ലൂഡ് ചെയ്താ ഞാൻ പറയുന്നത്, നമ്മുടെ ചർച്ചിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്താ ഞാൻ പറയുന്നത്. പല കുട്ടികളുടെയും മുഖത്തോട്ട് നോക്കുമ്പോൾ അവരൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആ. നമ്മളത് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ആസ് എ ഗ്രാൻഡ് പേരന്റ്, ആസ് എ മദർ, ആസ് എ ഫാദർ, ആസ് എ ഫ്രണ്ട്, നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പല കുട്ടികളും ഫ്രസ്ട്രേറ്റഡ് ആ. എന്തുകൊണ്ടാണ് അവര് ആ ഒരു നിരാശയുടെ ഭാവത്തിൽ ഇരിക്കുന്നത്? പലപ്പോഴും ഞാൻ ആദ്യം വന്ന സമയത്തൊക്കെ വളരെ സന്തോഷത്തോടെ വളരെ എൻജോയ് ചെയ്തിരുന്ന കുട്ടികളൊക്കെ അവരുടെ പഠനത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ, അവർ ക്ലാസ്സുകൾ മുതിർന്ന് പഠിച്ചു വരുമ്പോഴേക്കും അവരുടെ ഒന്നും മുഖത്ത് ആ സന്തോഷം നമ്മൾ പിന്നെ കാണുന്നില്ല. അവരോട് നമ്മൾ സംസാരിക്കും, അവർ നമ്മളെയൊന്നും കണ്ട മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നാൽ നേരത്തെയൊക്കെ കാണുമ്പോൾ നമ്മളെ വിഷ് ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ, നമ്മളോട് സന്തോഷം പങ്കിട്ടുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ, നമ്മളെ കാണുമ്പോഴത്തേക്ക് ഓടി വന്നുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് നമ്മുടെ എന്താ പറയുന്നത് മൊത്തത്തിൽ ഒരു മാറ്റമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ആ ഒരു പഴയ ഒരു സന്തോഷത്തിലേക്ക് വരുവാൻ പറ്റുന്നില്ല. പക്ഷെ വീണ്ടും ഒരുപാട് ബേർഡൻ നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പേരന്റ് എന്നുള്ള നിലയിലൊക്കെ നമ്മൾ വലിയ ഹാപ്പിയാ, അല്ലെ? നമ്മുടെ മക്കളെയൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കും, നമ്മുടെ മക്കളെ പള്ളിയിൽ കൊണ്ടുവരാതെ, സൺഡേ സ്കൂളിന് ശരിയായ രീതിയിൽ സൺഡേ സ്കൂൾ പഠിപ്പിക്കാതെ, ശരിയായ രീതിയിൽ പള്ളിയിൽ വരാൻ അനുവദിക്കാതെ നമ്മൾ പഠിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ടാ പഠിപ്പിക്കുന്നത്? ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ, ഒരു ചർച്ച് കമ്മിറ്റ്മെന്റ് ഇല്ലാതെ, ഒരു സൊസൈറ്റിയോട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ അറിയുന്നുണ്ടോ ഇതൊക്കെ? അവരുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷനെ കുറിച്ച് എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുവാനായിട്ട് നമ്മൾ ഒരുപാട് കമ്പൽഷനോടുകൂടി അവരെ കാണുക.
എന്തിനാ ഇത് ചെയ്യുന്നേ? സത്യത്തിൽ നമ്മളൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാ? അവർക്ക് പഠിക്കുവാനുള്ള സമയം അവർ പഠിക്കുവാൻ കണ്ടെത്തട്ടെ. അവർക്ക് എക്സ്പോഷർ കിട്ടുവാനുള്ള സമയത്ത് അവർക്ക് എക്സ്പോഷർ കിട്ടട്ടെ. അവർ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ പോകുന്ന സമയത്ത് കളിച്ചോട്ടെ. അവർ നമ്മളോട് പോലും, നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മളോട് എത്ര ഫ്രീ ആയിട്ടാ സംസാരിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവര് നമ്മളോട് ഫ്രീ ആയിട്ട് സംസാരിക്കാറുണ്ടോ? അവരുടെ എന്തെങ്കിലും ഒരു പ്രശ്നം, അമ്മേ അപ്പ എനിക്ക് ഇന്ന ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇത്രയും സമയം പഠിക്കാനായിട്ട് പ്രയാസമാ എന്ന് ധൈര്യത്തോടെ നമ്മളോട് പറയാ നമ്മുടെ പിള്ളേർക്ക് പേടിയാ. ആ പേടി കൂടിയാണ് അവരെ തന്നെ അവസാനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോഴാണ് ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ഉണ്ടാവുന്നത്. ഇതുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിവുണ്ടാകുന്നത്, അല്ലേ? ഇതെല്ലാം സംഭവിച്ച് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറിവുണ്ടാകും. അയ്യോ, ഞാൻ കുറച്ചുകൂടെ നേരത്തെ അറിയേണ്ടതായിരുന്നു, കാണേണ്ടതായിരുന്നു, മനസ്സിലാക്കേണ്ടതായിരുന്നു. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാനാണ്. നമുക്ക് കുഞ്ഞുങ്ങളെ നൽകിയിരിക്കുന്നതും അതിനു വേണ്ടിയിട്ടാ. ശരിയായ രീതിയിൽ അവരെ ഗൈഡ് ചെയ്യണം. ശരിയായ രീതിയിൽ റൈറ്റ് വേയിൽ റൈറ്റ് പാത്തിൽ അവരെ ഗൈഡ് ചെയ്യുവാനായിട്ട് നമുക്ക് പറ്റണം. നമുക്കത് പറ്റുന്നില്ല. ഒരു നീതിബോധത്തോടെ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാൻ ഒന്നുകിൽ പേരൻസ് നല്ലതായിരിക്കണം, അല്ലെ ഗ്രാൻഡ് പേരൻസിന് അതിനുള്ള വിവരം ഉണ്ടായിരിക്കണം. ഇത് ഇന്നത്തെ ഈ ഒരു ലോകത്തിൽ കാണുന്നത് എല്ലാം എന്താ പറയുന്നത്, വളരെ റിഡിക്കുലസ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. വളരെ റിഡിക്കുലസ് ആയിട്ട്. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും കാര്യങ്ങളൊക്കെ ശരിയായ തലത്തിൽ മനസ്സിലാക്കുവാൻ, അവർക്ക് എന്താണ് ആവശ്യം, എത്തരത്തിൽ നമ്മൾ അവരെ നയിക്കണം എന്നൊക്കെ ഒന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ ആലയം പ്രാർത്ഥനാലയമാണ്. സ്വതന്ത്രമായി ചിന്തിക്കുവാൻ, സ്വതന്ത്രമായി ആരാധിക്കുവാൻ, സ്വതന്ത്രമായി ദൈവത്തോട് തങ്ങളുടെ കാര്യങ്ങളെ പറയുവാൻ, ആരാധിക്കുവാൻ, യാതൊരു വിലക്കുകളുമില്ലാതെ, യാതൊരു ബൗണ്ടറീസും ഇല്ലാതെ, ലിമിറ്റേഷൻസ് ഇല്ലാതെ ദൈവത്തെ ആരാധിക്കുവാൻ ഉള്ള ഇടമായിട്ട് നമ്മുടെ ആലയങ്ങൾ മാറണം. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അശുദ്ധമായതൊന്നും സ്വീകരിപ്പാനിടയാകാതെ, അശുദ്ധമായതൊന്നും നമ്മിൽ നിന്ന് പുറപ്പെടുവാനിടയാക്കാതെ നന്നായിട്ട് തങ്ങളുടെ ആലയത്തെ സൂക്ഷിക്കുവാൻ, നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന്റെ ആലയമായി സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ പുറത്തുള്ള ആലയങ്ങളെ, നമ്മുടെ സഭയെ നമുക്ക് അത്തരത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ദൈവകൃപയിലേക്കാണ്, ദൈവത്തിന്റെ നടത്തിപ്പിലേക്കാണ്. ഒരുപാട് വചനങ്ങൾ ഡെയിലി നമ്മൾ കേൾക്കുകയും കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് കുരിശിലേക്ക് പോയത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. നമ്മുടെ ജീവനെ മറുവിലയായിട്ട് കൊടുത്ത് നമ്മളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ മേടിച്ചതാ. എന്തുകൊണ്ടാ മേടിച്ചത്? നമുക്കൊക്കെ ഒരു വിലയുണ്ട്. ആ വില എന്ന് പറയുന്നത് തന്റെ അവസാന തുള്ളി രക്തം വരെയും കൊടുത്ത വിലയാണ്. തന്റെ ജീവൻ കൊടുത്തുള്ള വിലയാണ്, അല്ലേ? ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 6 നമ്മൾ വായിക്കുന്നത് അങ്ങനെയാ. യു നോട്ട് നോ ദാറ്റ് യുവർ ബോഡീസ് ആർ ടെമ്പിൾസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. യു ആർ നോട്ട് യുവർ ഓൺ. നീ നിന്റേത് മാത്രമല്ല, യു വെയർ ബോട്ട് അറ്റ് എ പ്രൈസ്. നിന്നെ വില കൊടുത്ത് വാങ്ങിച്ചതാ. യു ബോട്ട് അറ്റ് എ പ്രൈസ്. ഒരു വില കൊടുത്ത് നിന്നെ വാങ്ങിച്ചതാണ്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം അതാണ്. നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകി കൊടുക്കേണ്ടത്, പകർന്നു കൊടുക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു വിവേകമാണ്, അത്തരത്തിലുള്ള ഒരു ബോധമാണ്. നീ നിന്റേത് മാത്രമല്ല, നീ ദൈവത്തിന്റെ ദാനമാണ്, നീ ദൈവത്തിന്റെ വിലയാണ്. അത് പറഞ്ഞു കൊടുക്കുവാൻ, അത് പറഞ്ഞു പഠിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നാം ഓരോരുത്തരുമായിരിക്കുന്നത് ദൈവത്തിന്റെ ഇടത്തിലാണ്. ദൈവത്തിന്റെ ഇടം എന്ന് പറയുന്നത് കച്ചവടത്തിന്റെ സംസ്കാരമല്ല, സെയിലിന്റെ സംസ്കാരമല്ല, വാങ്ങിക്കുന്നതിന്റെയും കൊടുക്കുന്നതിന്റെയും സംസ്കാരമല്ല. നമ്മൾ ആയിരിക്കുന്ന ഇടം ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ഇടമാണ്. അവിടെ സ്നേഹത്തിനാണ് പ്രസക്തി. നമ്മൾ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യേണ്ടത് വില തീരാത്ത സ്നേഹമാണ്, വില തീരാത്ത കരുതലാണ്. ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരെ അറിയുവാനുള്ള തിരിച്ചറിവ് ഉണ്ടാകേണ്ട ഇടമാണ് ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നത്.
ഞാനും നിങ്ങളുമാകുന്ന ദൈവത്തിന്റെ മന്ദിരങ്ങളിൽ അത്തരത്തിലുള്ള വിവേകങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയണം. ആരാധിക്കുമ്പോൾ കടന്നു വന്നവരെല്ലാവരും ഒരു മനസ്സോടെ ദൈവത്തെ ആരാധിക്കുന്ന ഇടങ്ങളിലാണ് അത്ഭുതങ്ങളും അതിശയങ്ങളും ഉണ്ടാകുന്നത്. ഒറ്റയ്ക്ക് തന്നെയല്ല, നീ ഒറ്റയ്ക്കല്ല. നിന്നോടൊപ്പം ആയിരിക്കുന്ന ദൈവത്തിന്റെ പ്രസൻസ് തിരിച്ചറിയുവാൻ, ദൈവത്തിന്റെ സ്നേഹം, നീ എവിടെ പോയാലും ദൈവം നിന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ആ തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ ആലയത്തിൽ നമ്മൾ താണിരിക്കുവാനായിട്ട് സാധിക്കണം. ദൈവത്തിന്റെ ആലയമാക്കി നമ്മുടെ ജീവിതങ്ങളെ മാറ്റുവാനായിട്ട് നമുക്ക് കഴിയണം. മറ്റുള്ളവരെ സ്വീകരിക്കുന്ന, മറ്റുള്ളവരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന നല്ല ഇടങ്ങളായിട്ട് നമ്മുടെ ഭവനങ്ങൾ മാറണം. മറ്റുള്ളവർക്ക് സന്തോഷത്തോടെ കൊടുക്കുന്ന ഇടങ്ങളായിട്ട് നമ്മുടെ ഭവനങ്ങൾ മാറണം. മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യത്തോടെ കയറി വന്ന് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുവാനുള്ള ഇടമായിട്ട് നമ്മുടെ ഭവനങ്ങൾ മാറണം. അവർ ഭയത്തോടെ വെളിയിൽ നിൽക്കരുത്. അവര് വന്ന് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമോ കുടിക്കാൻ എന്ന് ധൈര്യത്തോടെ ചോദിക്കുവാൻ, സ്വാതന്ത്ര്യത്തോടെ ചോദിക്കുവാൻ, സന്തോഷത്തോടെ ചോദിക്കുവാനുള്ള ഒരു ഇടമാക്കി നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ സഭ, നമ്മുടെ ജീവിതങ്ങളൊക്കെ മാറണം. അത്തരത്തിലുള്ള ഒരു വിശുദ്ധീകരണമാണ്, അത്തരത്തിലുള്ള ഒരു ശുദ്ധീകരണമാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവ് അതിനു വേണ്ടിയിട്ടാണ് വളരെ രോഷത്തോടുകൂടി ചാട്ടവാർ എടുത്ത് കള്ളന്മാരെയും കവർച്ചക്കാരെയും എല്ലാം സഭയിൽ നിന്ന് പുറത്താക്കിയത്. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയുവാനായിട്ടുള്ളത്, നമ്മുടെ ശുദ്ധീകരണം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നടത്തണം. ഞാൻ ആയിരിക്കുന്ന സ്ഥലം ഹോളി പ്ലേസ് ആണ്. ഞാൻ ആയിരിക്കുന്ന ഇടം ഹോളി ചർച്ചാണ്. ഞാൻ ആയിരിക്കുന്ന ഇടം ഹോളി ബോഡിയാണ്. ഇതൊക്കെ തിരിച്ചറിയുവാനുള്ള ഒരു കൃപ, ഒരു വലിയ ഗ്രേസ് നമുക്കുണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിന്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. ഈ നാളുകളിലൊക്കെ നമുക്കറിയാം, നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മളെ പേടിപ്പിക്കുന്ന, നമ്മളെ സങ്കടപ്പെടുത്തുന്ന, നമ്മളെ വേദനയിൽ ആഴ്ത്തുന്ന ഒരുപാട് സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ കാണുന്നത്. അതൊന്നും എന്റെ വീട്ടിൽ ഉണ്ടാകുന്നില്ല എന്ന് കരുതി സന്തോഷിക്കുവാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അത്തരത്തിലൊരു സമാധാനം കണ്ടെത്തുവാൻ നമുക്ക് പറ്റില്ല. കാരണം അടുത്ത നിമിഷം ഇതൊക്കെ ഞാനും നേരിടേണ്ട അവസ്ഥയാണ്. ഒരുപക്ഷെ മറ്റുള്ളവർ നേരിട്ട അതേ ധൈര്യത്തോടെ ഒരു പ്രശ്നത്തെ, ആ ഒരു പ്രശ്നം എന്റെ വീട്ടിൽ സംഭവിക്കുമ്പോൾ എനിക്ക് നേരിടുവാനായിട്ട് കഴിയുമോ എന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ട് പ്രാർത്ഥനാലയങ്ങളായിട്ട് രൂപാന്തരപ്പെടേണ്ട സമയങ്ങൾ അതിക്രമിച്ചിരിക്കുക. സഭ ജീവിതത്തിന്റെ നല്ല മൂല്യങ്ങളെ കണ്ടെത്തുന്ന ഇടമായിട്ട് മാറ്റപ്പെടണം. മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്ന, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തുന്ന, മറ്റുള്ളവർക്ക് ധൈര്യത്തോടെ ഓടിക്കയറി വന്ന് തന്റെ പ്രശ്നങ്ങളെ പറയുവാൻ സാധിക്കുന്ന ഒരു നല്ല ഇടമായിട്ട്, ഒരു നല്ല സ്പേസ് ആയിട്ട്, ഒരു നല്ല പ്ലേസ് ആയിട്ട് നമ്മുടെ സഭകൾ മാറണം. ഞാൻ പറയുന്ന സഭ ഒരു ബിൽഡിംഗ് എന്നത് മാത്രമല്ല, അതിനുപരിയായി ഒരു ആത്മീക കൂട്ടായ്മയുടെ ഇടമായിട്ട്, ഒരു സ്പിരിച്വൽ ഫെലോഷിപ്പിന്റെ ഇടമായിട്ട് നമ്മുടെ സഭകളൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. നമ്മുടെ കുടുംബങ്ങൾ അത്തരത്തിലൊക്കെ ചേഞ്ച് ആവണം. നമുക്കറിയാം, നമ്മുടെ സഭയുടെ ഒരു ഫൈനാൻഷ്യൽ ഇയർ ഇപ്പോൾ 1-2 ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കുക. നമ്മളെല്ലാം അതിന്റെ ഒരു തത്രപ്പാടില്ല, അല്ലെ? നമ്മളെല്ലാവരും പൈസ കളക്ട് ചെയ്യുവാനായിട്ടുള്ള ഒരു തത്രപ്പാടില്ല. പക്ഷേ കർത്താവിനെ കുരിശിലേക്ക് കയറ്റുന്ന സമയം ഏറ്റവും അടുത്തിരിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവന് മറുവിലയായിട്ട് തന്റെ രക്തത്തുള്ളികൾ പകർന്നു കൊടുക്കുവാൻ, തന്റെ ജീവൻ കൊടുക്കുവാൻ ഓരോ ദിവസവും റെഡിയായിട്ട് എന്റെ കർത്താവ് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വേദന, ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ, ആ ഒരു ഭാരം ഉണ്ടാകുവാൻ, നമ്മുടെ ഹൃദയങ്ങളിൽ ആ ഒരു വേദന ഏറ്റെടുക്കുവാൻ, ആ ഒരു ഭാരം ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ആചരിക്കുവാൻ പോകുന്ന, നമ്മൾ കടന്നു വരുവാൻ പോകുന്ന വലിയ വെള്ളിയാഴ്ചയും ഈസ്റ്ററും ഒക്കെ വെറുതെയാ. ആ ഒരു ഭാരമുള്ളവർക്ക് മാത്രമേ ഈസ്റ്ററിന്റെ സന്തോഷം ഏറ്റെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ.
കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം ദിവസം നമുക്ക് വേണ്ടി അവൻ സ്വർഗത്തിലേക്ക് കയറി. അവൻ ഉയർത്തെഴുന്നേറ്റു. ആ ഒരു സന്തോഷം പങ്കുവെക്കണമെങ്കിൽ ദൈവം അനുഭവിച്ച വേദന എത്രമാത്രമുണ്ട്, ദൈവം അനുഭവിച്ച സങ്കടങ്ങൾ, ദൈവത്തെ വേദനിപ്പിച്ചത് എത്രമാത്രമുണ്ട് അല്ലെ? ഒരു റിപ്പന്റൻസിന്റെ അനുഭവമാണ്, ഒരു തിരിഞ്ഞു നോട്ടത്തിന്റെ അനുഭവമാണ്. നമ്മൾ ചെയ്തു വന്ന പ്രവൃത്തികൾ, കർത്താവെ ഞാൻ നിന്നിൽ നിന്ന് ഒരുപാട് അകന്നുപോയി, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിരിക്കുന്നു, ഒരുപാട് പാപങ്ങൾ ചെയ്തിരിക്കുന്നു, നിനക്കെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുക. നിന്റെ ആലയമായിരിക്കുന്ന എന്നെ തന്നെ ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിക്കുക. എന്റെ ആലയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ നല്ലത് ചിന്തിക്കുവാൻ, നല്ലത് പ്രവർത്തിക്കുവാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ, മറ്റുള്ളവർക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായിരിക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിരിക്കാൻ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരിടമായിരിക്കാൻ ഒക്കെ ഞങ്ങളുടെ ജീവിതങ്ങൾ കൊണ്ട് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ബോധം നൽകുവാൻ, ഒരു തിരിച്ചറിവ് നൽകുവാൻ മാതാപിതാക്കളാകുന്ന ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്തരത്തിലുള്ള പ്രാർത്ഥനകളോടുകൂടെ മുൻപോട്ട് പോകുമ്പോഴാണ് കർത്താവിന്റെ ക്രൂശീകരണം നമുക്കൊരു വലിയ ഭാരമായിട്ട് തോന്നുന്നത്. ആ ഭാരം ഒരു സന്തോഷമായി തീരുന്നത്, ഒരു ഈസ്റ്ററിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള ഒരു ബോധ്യത്തോടുകൂടി നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ്. അതുകൊണ്ട് എവരിത്തിങ് വി ക്യാൻ സബ്മിറ്റ് ടു ഗോഡ്. സകലതും നമുക്ക് ദൈവത്തെങ്കിലേക്ക് സമർപ്പിക്കാം. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ ആത്മാക്കളെ, നമ്മുടെ ഫ്രണ്ട്സിനെ, നമ്മുടെ നെയ്ബേഴ്സിനെ, നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സഭയെ, നമ്മുടെ മിഷണറിമാരെ, എല്ലാം ദൈവത്തിന്റെ വേല ചെയ്യുന്ന എല്ലാവരെയും, ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നല്ല വിശ്വാസങ്ങൾ തന്ന നല്ല ബോധ്യത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അങ്ങനെ തന്നെ വിളിക്കപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. കള്ളന്മാരുടെ ഗുഹയായി നമ്മുടെ ജീവിതങ്ങൾ മാറാതിരിക്കുവാൻ, നമ്മുടെ സഭ മാറാതിരിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങൾ മാറാതിരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. It's a time, it's a period of repentance, self-denial and spiritual renewal. ആത്മീകമായിട്ടുള്ള ഒരു തിരിച്ചറിവുണ്ടാകുവാൻ, സ്വയം ത്യജിക്കുവാൻ, പശ്ചാത്താപത്തോടുകൂടെ ചെയ്ത തെറ്റുകളെ ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനുള്ള ഒരു സമയമാണിത്. ഈ ദിവസങ്ങളൊക്കെ അത്തരത്തിലുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളുമാകുന്ന സഭയിൽ, ദൈവത്തിന്റെ മന്ദിരമാകുന്ന ഞാനും നിങ്ങളും അത്തരത്തിലൊക്കെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് അത്തരത്തിലൊക്കെ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി, കർത്താവ് നമ്മളെ കാണുമ്പോൾ ചാട്ടവാറെടുത്ത് അടിച്ച് ഓടിച്ച് ദൈവസന്നിധിയിൽ നിന്ന് നമ്മളൊന്നും പുറത്താക്കപ്പെടാതെ ഇരിക്കുവാൻ പ്രിയ പിതാവ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതല്ല എങ്കിൽ ദൈവത്തിന്റെ ചാട്ടവാർ അടിയുടെ വേദനകൾ കൊണ്ട് പൊളഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന്, യെരൂശലേം ദേവാലയത്തിൽ നിന്ന് എല്ലാവരെയും ഓടിച്ചതുപോലെ നമ്മളൊക്കെ ഓടിപ്പോകേണ്ടി വരും. നമ്മളെയൊക്കെ കർത്താവ് ഓടിക്കും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്ന് ശുദ്ധീകരണത്തിന്റെ ദിവസമാണ്. ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുവാനുള്ള ദിനം കൂടിയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ദൈവവചനം കൂടുതൽ ഏറ്റെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവെ, ഒരു ശുദ്ധീകരണത്തിന്റെ ദിവസമാക്കി ഇന്ന് ഞങ്ങളെ തീർത്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ പൂർണ്ണമായി ഏറ്റെടുക്കുവാൻ, ഞങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിന്റെ ആലയങ്ങളായി തീരുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ സഭ പ്രാർത്ഥനാലയങ്ങൾ എന്നറിയപ്പെടുവാൻ, മറ്റുള്ളവർക്ക് സന്തോഷത്തോടെ കടന്നു വരുവാനുള്ള ഇടമാക്കി ഞങ്ങളുടെ ഹൃദയങ്ങളെയും സഭയെയും കുടുംബങ്ങളെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, ദൈവത്തിന്റെ മന്ദിരങ്ങളാകുന്ന ജീവിതമാക്കി ഞങ്ങളെ തീർക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത്തരത്തിലൊക്കെ പറഞ്ഞു കൊടുക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫ്രസ്ട്രേറ്റഡ് ആയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അതിൽ നിന്ന് നീ വിടുവിക്കണമേ. കർത്താവേ, കാര്യങ്ങൾ സ്വതന്ത്രത്തോടെ ചെയ്യുവാൻ തക്കവണ്ണം അവരെ അവിടുന്ന് സഹായിക്കണമേ. അത്തരത്തിലൊക്കെ പേരൻസിന് വേണ്ട വിവേകം അവിടുന്ന് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ മർമ്മങ്ങൾ കർത്താവ്
കർത്താവെ മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങളെ കൂടുതലായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ യാചനകളും തിരുസന്നിധിയിൽ മാനിച്ചതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ സ്നേഹവും സമാധാനവും സംരക്ഷണവും പ്രിയമുള്ളവരെ നാം എല്ലാവരോടും കൂടെയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ പ്രാർത്ഥനയിൽ സംബന്ധിച്ച നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ പാട്ടുകൾക്ക് നേതൃത്വം നൽകിയത് ആരനാണ്. ആരന്റെ കൂടെ ആരന്റെ കസിനും ഉണ്ടായിരുന്നു. രണ്ടുപേരോടുമുള്ള മനോഹരമായ പാട്ടുകൾക്ക് നേതൃത്വം നൽകിയതിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സാം സങ്കീർത്തനം വായിച്ച് നമ്മളെ സഹായിച്ചത് ജീനയാണ്. ജീന, താങ്ക് യു വെരി മച്ച്. ആൻഡ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് ടെസ്സിയാണ്. ടെസ്സിയോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് യുവജനങ്ങളെയൊക്കെ ദൈവം കൂടുതലായിട്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തട്ടെ, ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. കൂടുതൽ ദൈവിക നാമ മഹത്വത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഓരോ കുഞ്ഞുങ്ങളെയും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭരാത്രി. ഇനിയും ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് വീണ്ടും കാണാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു ആഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം അച്ഛൻ ഇപ്പോൾ വരികയാണ്. 9 മണിയാവുമ്പോൾ അച്ഛൻ ലാൻഡ് ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വളരെയധികം നന്ദി. സന്തോഷത്തോടെ സമാധാനത്തോടെ അച്ഛൻ ഭവനത്തില് എത്തിച്ചേരും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഒരു പ്രാവശ്യം കൂടി നന്ദി അർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ അവിടെവിടങ്ങളിലായി കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു വെരി മച്ച്. Good night, Kochama. Good night. Thank you. Good night. Good night, Kochama. Thank you.